അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവംബർ മാസത്തെ എൻ്റെ ടോട്ടൽ സൊമാറ്റോയുടെ അനാലിസിസ് ആണ്. ടോട്ടൽ സൊമാറ്റോ എത്ര കിലോമീറ്റർ ഓടി, എത്ര ഫ്യുവൽ അടിച്ചു, എത്ര എനിക്ക് എമൗണ്ട് കയ്യിലെടുക്കാൻ പറ്റി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾ പുതിയതായിട്ട് സൊമാറ്റോ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സൊമാറ്റോ ഉള്ള ഒരാളാണെങ്കിൽ, റെഗുലറായിട്ട് ഓടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിലേറ്റബിൾ ആയ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ. അപ്പോൾ നവംബർ മാസം ഞാൻ ടോട്ടൽ ഏൺ ചെയ്തത് 18,747 രൂപ. സോ ടോട്ടൽ ഏൺ ചെയ്തത് 18,747 രൂപയാണ് നവംബർ മാസം ഞാൻ ടോട്ടലി ഏൺ ചെയ്തത്. സോ ആ ഒരു എമൗണ്ടിൽ ഞാൻ 264 ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. 102 മണിക്കൂർ. സോ ഈ മണിക്കൂർ എന്ന് പറയുന്നത് പണ്ടാണെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന മണിക്കൂറെല്ലാം കണക്കാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ഓർഡറിലായിരിക്കുന്ന ടൈമാണ് കണക്കാക്കുന്നത്. അതായത് എനിക്ക് ഫസ്റ്റ് ഓർഡർ വന്ന ടൈം തൊട്ട് ആ ഓർഡർ ഡെലിവറി ചെയ്ത ആ ഒരു ടൈം വരെയാണ് ഇവരിപ്പോൾ കണക്കാക്കുന്നത്. സോ ഫസ്റ്റ്ലി ഉള്ള ആദ്യത്തെ 2 ആഴ്ച ഞാൻ വളരെ ലോ ആയിട്ടാണ് ഓടിയത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ആദ്യത്തെ 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ 1,600 രൂപ, 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെ 2,185 രൂപ. സോ അതെന്തുകൊണ്ട് അത്രയും ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്കന്ദഷഷ്ഠിയൊക്കെ ഉണ്ടായിരുന്നു നവംബറിൽ. അപ്പോൾ ഞാൻ ആ വ്രതമൊക്കെ എടുത്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അതുകൊണ്ട് ഞാനങ്ങനെ ഓടിയില്ല. അതിനുശേഷം 11 തൊട്ട് 17 വരെ 6,500 രൂപ അടുപ്പിച്ച് ഏൺ ചെയ്തു. 18 മുതൽ 24 വരെ 5,253, 25 മുതൽ 30 വരെ 3,169 രൂപയും ഞാൻ ടോട്ടൽ ഏൺ ചെയ്തു. അങ്ങനെ ടോട്ടൽ നവംബർ മാസം 18,747 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. സോ 30 ദിവസം ഞാൻ ഇറങ്ങിയിട്ടില്ല. 7-8 ദിവസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. എറൗണ്ട് 20 ദിവസം 22 ദിവസത്തിനകത്താണ് ഏൺ ചെയ്തിട്ടുള്ളത്. സോ ആവറേജ് നമുക്ക് ഒരു ഡേ 900 രൂപ റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ആവറേജ്. സോ അതിൽ നമ്മുടെ ഗ്യാസിൻ്റെ, അതായത് ഞാനിപ്പോൾ CNG ബൈക്കിലാണ് ഓടുന്നത്. കാരണം ഇലക്ട്രിക്കോ പെട്രോളോ എനിക്ക് വേണ്ട എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ CNG എടുത്തത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പെട്രോളാണ്. ഞാൻ പെട്രോളിൽ ഫുൾ ഓടിയിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ സെപ്റ്റംബർ മാസം പെട്രോളിലാണ് ഓടിയത്. സോ പെട്രോളിൽ 22,000 രൂപ അടുപ്പിച്ച് പെട്രോളിൽ ഞാൻ ഓടിയപ്പോൾ എനിക്ക് 10,000 രൂപ, അതായത് 8,000 തൊട്ട് 10,000 രൂപ അടുപ്പിച്ച് എനിക്ക് പെട്രോളിന് പോയായിരുന്നു ടോട്ടൽ കിലോമീറ്റർ കവറേജ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തിന് ഇത്രയും പൈസ ഞാൻ പെട്രോളിന് കൊടുക്കണം? അതുകൊണ്ട് ഞാൻ ഒക്ടോബറിൽ അധികം ഓടിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തൊന്ന് ആലോചിച്ചു. കാരണം എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ മാറ്റം കൊണ്ടുവരാം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇലക്ട്രിക് എടുക്കണോ. അപ്പോൾ ഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 3-4 മണിക്കൂർ ചാർജിങ് ടൈം, എനിക്ക് ഫുൾ ഡേ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ഇഷ്യൂ വരുന്നുണ്ട്. ഇലക്ട്രിക് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നേരെ CNGയിലോട്ട് പോയി. CNG ആണെങ്കിൽ നമുക്ക് CNG കണക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫുള്ള് കിട്ടും. സോ CNG ഞാൻ അടിക്കുന്നതും ഏതൊക്കെ പെട്രോൾ പമ്പ് ഉണ്ടെന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ കഴിഞ്ഞ 20-25 ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി CNG ഏതൊക്കെ പമ്പ് തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ വീഡിയോസ് ഞാൻ ചെയ്യാം. ഷോർട്ടായിട്ട് നമുക്ക് എവിടെയൊക്കെ CNG തിരുവനന്തപുരത്ത് അവൈലബിൾ ആണെന്ന് ഞാനത് വീഡിയോ ചെയ്യാം. സോ ഇതിൽ ഓർഡർ ഏർണിങ്സ് 14,648 രൂപയും ഇൻസെൻറ്റീവ് ആയിട്ട് 3,860 കിട്ടി. സോ ഇൻസെൻറ്റീവ് ഓർഡർ ഏർണിങ്സും രണ്ടാണ്. കാരണം അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരു ദിവസം 5 ജിഗും 8 ഓർഡറും കംപ്ലീറ്റ് ആകുമ്പോൾ 175 രൂപ എക്സ്ട്രാ നമുക്ക് കിട്ടും. നമ്മൾ ഇതുവരെ എടുത്ത എമൗണ്ട് അല്ലാതെ, നമ്മൾ ഓടിയെടുത്ത ഓർഡർ പേ അല്ലാതെ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ആണ് ഈ പറയുന്ന ഇൻസെൻറ്റീവ്. സോ അത് ഒരു ദിവസം ഏറ്റവും ടോപ്പ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ 700, 625 വരെയൊക്കെ ഇൻസെൻറ്റീവ് ഉണ്ട്. സോ അത്രയൊന്നും ഞാൻ നിന്നിട്ടില്ല. ഞാൻ ഈ ഒരു ഡിസംബറിലും അങ്ങനെ പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് സെക്കൻഡ് വരെ പോയിട്ടുള്ളൂ. ഞാൻ നേരത്തെ, അതായത് സെപ്റ്റംബർ അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഞാൻ അങ്ങനെ ഫുള്ള് നിൽക്കുമായിരുന്നു. ഇപ്പോൾ CNG വണ്ടി ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫുള്ള് നിൽക്കാത്തത്. അതർ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇവരുടെ അതർ ഏർണിങ്സ്, അതർ അഡീഷൻസ് ആയിരിക്കും. ഇവർ തന്നെ നമുക്ക് തരുന്ന എമൗണ്ട് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇവർ പറയുന്ന 6 കിലോമീറ്റർ ആണെങ്കിൽ ചിലപ്പോൾ കസ്റ്റമറിൻ്റെ വീട് 7 കിലോമീറ്റർ നമ്മൾ പോകും, അല്ലെങ്കിൽ 8-10 കിലോമീറ്റർ നമ്മൾ പോയി കാണും. അപ്പോൾ അതിനുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡിൻ്റെ എമൗണ്ട് ആയിരിക്കും തരുന്നത്. അത് 20,000 രൂപയ്ക്ക് ഓടിയപ്പോൾ 200 രൂപയാണ് ഇവർ അതർ ഏർണിങ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. എന്തായാലും അത് കൊള്ളാം സൊമാറ്റോ. അപ്പോൾ നമുക്ക് ബാക്കി അനാലിസിസിലോട്ട് പോകാം. സോ ടോട്ടൽ സൊമാറ്റോയുടെ നവംബർ മാസം, ഞാൻ നവംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അന്ന് 930 കിലോമീറ്റർ ആയിരുന്നു എൻ്റെ വണ്ടി ഇരുന്നത്. സോ അന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഞാൻ ഇന്ന്, അതായത് ഈ നവംബർ 29 വരെ 4,794 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സോ അതിൽ നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ ടോട്ടൽ 3,864 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. അതായത് 930-നും 4,794-നും ഇടയ്ക്ക് 3,864 കിലോമീറ്റർ ഓടി. അതിലൊരു 300 കിലോമീറ്റർ പേഴ്സണൽ ആവശ്യമായിട്ട് മാറ്റി വെച്ചോ. കാരണം 30 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. സോ 30 ദിവസം നമ്മൾ എങ്ങനെ പോയാലും ഒരു ദിവസം 10 കിലോമീറ്റർ വെച്ച് ഓടുകയാണെങ്കിൽ തന്നെ 300 കിലോമീറ്റർ പേഴ്സണൽ ആവശ്യമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലും അതും CNG അടിക്കുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അത് നമുക്ക് വിടാം. CNG ആയതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ടോട്ടല് നമ്മളങ്ങനെ നോക്കുമ്പോൾ 3864 കിലോമീറ്ററിൽ 300 കിലോമീറ്റർ ഞാൻ പേഴ്സണൽ ആവശ്യം മാറ്റിവെച്ചു. അപ്പോൾ സൊമാറ്റോ ഓടിയത് 3564 കിലോമീറ്ററാണ്. 30 ദിവസം കൊണ്ട് 3564 കിലോമീറ്റർ ഞാൻ സൊമാറ്റോ ഓടി. അതായത് കേരളത്തിൽ നിന്ന് നമുക്ക് അങ്ങ് ഡൽഹി വരെയൊക്കെ പോകുന്ന ദൂരമാണ് ഞാൻ സൊമാറ്റോ ഓടിയത് 1 മാസം കൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഇതിൽ ഏർണിങ്സ് നമുക്ക് 18,747 നമ്മൾ റൗണ്ട് ചെയ്ത് 19 ആക്കി. കാരണം കുറച്ച് പേര് ടിപ്പ് കയ്യിൽ തന്നിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് ഒരു 10 രൂപയോ 30 രൂപ വെച്ച് നമുക്ക് ഡെയിലി ടിപ്പ് കിട്ടുകയാണെങ്കിൽ തന്നെ അത് കറക്റ്റ് 19,000 ആക്കാം. കാരണം കണക്ക് കുറച്ചുകൂടെ എളുപ്പമാവാനായിട്ട്. അപ്പോൾ നമ്മൾ 19,000 രൂപ ടോട്ടൽ ഏൺ ചെയ്തു. സോ ഇതിൽ 3,500 രൂപയ്ക്ക് CNG. കാരണം 3564 നമുക്ക് 1 കിലോമീറ്ററിന് 1 രൂപ എന്ന രീതി വയ്ക്കാം. കാരണം കണക്ക് എളുപ്പമാവാനായിട്ട്. എനിക്ക് അതിനേക്കാൾ ലാഭം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ പോയാലും ഒരു 200, 300 രൂപയുടെയൊക്കെ വ്യത്യാസം വരും. പക്ഷേ നമുക്ക് കണക്ക് എളുപ്പമാക്കാൻ വേണ്ടി 3,500 രൂപയുടെ CNG വെച്ചു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ CNG പോയിട്ട് 15,500 രൂപ എൻ്റെ കയ്യിലിരിക്കും. ഇതിൽ നമുക്ക് വണ്ടിക്ക് സർവീസ് ചെയ്യണം. സോ എല്ലാവരും വിചാരിക്കും ഈ പറഞ്ഞ 30,000 രൂപ സൊമാറ്റോ വഴി കിട്ടുകയല്ലേ എന്ന്. സോ അതിൽ തന്നെ നമുക്ക് സർവീസിനും എല്ലാം പോകണ്ടേ. സോ സർവീസിന് ഒരു 1,000 രൂപ. കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് സെക്കൻഡ് സർവീസാണ് ഞാൻ ചെയ്തത്. സെക്കൻഡ് സർവീസ് അറൗണ്ട് 5,000 കിലോമീറ്റർ ആയപ്പോൾ ആയിട്ടുണ്ട്. സോ അതിന് എനിക്ക് 1,000 രൂപ ഞാൻ മാറ്റി വെച്ചു സെക്കൻഡ് സർവീസ്. അപ്പോൾ അതും നമുക്ക് പോയി കിട്ടി. അതിനുശേഷം ബാക്കി 14,500 രൂപ എൻ്റെ കയ്യിൽ കിട്ടി. CNG ബൈക്ക് ആയതുകൊണ്ട് 19,000 രൂപയ്ക്ക് ഞാൻ ഓടിയപ്പോൾ 3,500 രൂപ CNGക്കും 1,000 രൂപ സർവീസും പോയിട്ട് ബാക്കി 14,500 രൂപ എൻ്റെ കയ്യിൽ വന്നു. 4,500 രൂപയോളം എനിക്കവിടെ CNGക്കും സർവീസിനും മാറ്റിയിട്ട് 14,500 രൂപ എൻ്റെ കയ്യിൽ കയറി. ഇതിപ്പോൾ ഞാനൊരു പെട്രോൾ വണ്ടിയിലാണ് ഓടുന്നതെങ്കിൽ ഞാനൊരു കമ്പാരിസൺ പറയാം. ഇപ്പോൾ എല്ലാവർക്കും CNG വേണം നിർബന്ധമില്ലല്ലോ. ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ചിലപ്പോൾ സൊമാറ്റോ ഇറങ്ങാനിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സൊമാറ്റോയിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു മാസം ഏകദേശം 19,000 രൂപയ്ക്ക് നിങ്ങൾ ഓടി. നിങ്ങൾക്ക് എറൗണ്ട് ഞാൻ പറഞ്ഞുതരാം. 19,000 രൂപയ്ക്ക് നിങ്ങൾ ഓടിയിട്ടുണ്ടെങ്കിൽ 60 കിലോമീറ്റർ കിട്ടുന്ന ബൈക്കാണെന്ന് ധരിക്കുക. 60 കിലോമീറ്റർ നിങ്ങളിരിക്കുന്ന സ്പ്ലെൻഡർ ആയിക്കോട്ടെ, വേറെ ഏതായിക്കോട്ടെ. കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്. കുറവാണെങ്കിൽ നമുക്കൊരു 60 വയ്ക്കാം. പക്ഷേ എന്നാലും 40 ഓടുന്ന ചേട്ടന്മാരുണ്ട്. ഡിയോയിലും ആക്ടിവയിലും എല്ലാം ഓടുന്ന ചേട്ടന്മാരുണ്ട്. സോ അവരെ ഒന്നും ഞാൻ ഇതിൽ കൂട്ടുന്നില്ല. കാരണം അത് പറയുകയാണെങ്കിൽ വളരെ ലോ എമൗണ്ട് ആയിപ്പോവും. സോ അത് ഞാനിപ്പോൾ മാറ്റി വെക്കുകയാണ്. സോ 60 കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തി 60 കിലോമീറ്ററിൻ്റെ ബൈക്കിൽ മൈലേജ് ഉള്ള ഒരു ബൈക്കും കൊണ്ട് സൊമാറ്റോ ഓടാൻ ഇറങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 3,564 കിലോമീറ്ററിനെ നമുക്ക് 60 വെച്ച് ഡിവൈഡ് ചെയ്താൽ 59 ലിറ്റർ പെട്രോൾ വേണം. അതായത് 59.4 ലിറ്റർ പെട്രോൾ നമുക്ക് ഒരു മാസം വേണ്ടി വരും. അപ്പോൾ അതിന് 107 രൂപ പെട്രോളിൻ്റെ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ 6,355 രൂപ, അതായത് 6,356 രൂപ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി. 19,000 രൂപയ്ക്ക് ഓടിയപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 6,000 വെച്ച് 3 നോക്കുകയാണെങ്കിൽ 18,000. അപ്പോൾ നമുക്ക് 19,000 രൂപയ്ക്ക് ഓടുമ്പോൾ അതിൽ 30% പെട്രോളിന് തന്നെ ആവുന്നുണ്ട്. ഇത് CNGക്കാണെങ്കിൽ 15% ആവുന്നുള്ളൂ. അതാണ് ഡിഫറൻസ്. CNGയും പെട്രോളും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 30,000 രൂപയ്ക്ക് ഓടുന്നെങ്കിൽ 30% എന്ന് പറയുന്നത് 10,000 രൂപ അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 9,000 രൂപ അടുപ്പിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്രോളിന് പോകും. പക്ഷേ അതേ സ്ഥാനത്ത് CNG ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 5,000 രൂപയ്ക്കകത്തേ ആവത്തുള്ളൂ. അതാണ് ഡിഫറൻസ്. അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു 6,000 രൂപ, അതിനപ്പുറം ഒന്നും ആവത്തില്ല. ആ ഒരു റേഞ്ചിനകത്ത് നിൽക്കും. ഇനി നമ്മൾ ഈ ഒരു എമൗണ്ടിൽ നിന്ന് ടോട്ടൽ 19,000ത്തിൽ നിന്ന് 6,356 രൂപ കുറയ്ക്കുകയാണെങ്കിൽ 12,644 രൂപ, അതായത് 12,600 രൂപയെ നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ പെട്രോൾ വണ്ടിയാണെങ്കിൽ. ഇനി നിങ്ങൾ പറ, ഡെലിവറി ബോയ്സ് ഈ പറയുന്ന 50,000 രൂപ ഒരു മാസം ഏൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളൽ ഞാൻ കേട്ടിട്ടുണ്ട്. പല മീഡിയാസും ഡെലിവറി ബോയ് അല്ലേ നിനക്ക് അത്രയൊക്കെ എമൗണ്ട് ഏൺ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളലുകൾ കേട്ടിട്ടുണ്ട്. എത്രയൊക്കെ തള്ളിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലുള്ള ഫാക്ട്സ് ആരും പുറത്തു പറയത്തില്ല. ഉള്ളിലുള്ള ഫാക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്രോൾ അടിക്കാനായിട്ട് അറൗണ്ട് 30% പോയി കിട്ടും. വണ്ടി സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഫ്രഷ് പുതിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് 1,000 രൂപയിൽ നിന്ന് പഴയ വണ്ടിയൊക്കെ ഓടുന്നവർക്ക് എങ്ങനെ 2,500, 3,000 രൂപ വരെ 2,000 രൂപയെങ്കിലും വണ്ടി സർവീസിന് മിനിമം പോകും. കാരണം എനിക്ക് നേരത്തെ പ്ലാറ്റിനയിൽ ഞാൻ സൊമാറ്റോ ഓടിയപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അതായത് അറൗണ്ട് 3,000 രൂപ അവിടെ പോയി കിട്ടി. ഇപ്പോൾ 30,000 രൂപയ്ക്ക് ഓടണമെങ്കിൽ 10,000 രൂപ നമുക്ക് പെട്രോളിന് പോയി കിട്ടി. 3,000 രൂപ നമുക്ക് വണ്ടി സർവീസിനും പോയി കിട്ടി. അപ്പോൾ 13,000 അവിടെ പോയി. പിന്നെ ഫുൾ ഡേ നിന്ന് ഓടുവാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല.
വീട്ടിൽ പോയിട്ടൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഹോട്ടലിൽ തന്നെ കഴിക്കണം. ഹോട്ടലിൽ ഒരു നേരം 80 രൂപ ഏറ്റവും കുറവ് ഊണ് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഊണ് ഇപ്പോൾ കുറേ പേര് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ ശരി നിങ്ങൾക്ക് അത് പോയി കിട്ടും. അല്ല നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിൽ ഊണിന് 80 രൂപ വരും. എങ്ങനെ പോയാലും ഒരു ദിവസം ഏറ്റവും മിനിമം ഇപ്പോൾ ഊണില്ല അല്ലെങ്കിൽ നമ്മൾ കാപ്പി മാത്രമേ കുടിക്കൂ. ലൈം അടിക്കണമെങ്കിൽ തന്നെ 30 രൂപ വേണം. ഒരു ലൈം അടിക്കണമെങ്കിൽ. പിന്നെ എറൗണ്ട് ഏകദേശം നമുക്ക് 2 നേരത്തെ ഫുഡ് അല്ലെങ്കിൽ ഒരു ഷാർജ കുടിക്കുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ ഈ വെയിലത്ത് കിടന്ന് ഇങ്ങനെ ഓടുമ്പോൾ അല്ലെങ്കിൽ ഒരു ജ്യൂസ് കാണുമ്പോൾ നമുക്കൊന്ന് കുടിക്കാൻ തോന്നും. ഒരു ഷാർജ കുടിക്കാം. അല്ലെങ്കിൽ പോട്ടെ ഒരു പരിപ്പുവടയും ചായയും തിന്നാം. അങ്ങനെയാണെങ്കിൽ പോലും 20, 25 രൂപയാവും. അപ്പോൾ എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു ദിവസം ഫുഡ് കഴിക്കാൻ തന്നെ മിനിമം 150 രൂപ വയ്ക്കാം. 200 രൂപ ആവും എന്നാലും നമുക്ക് 150 രൂപ മിനിമം ഫുഡ് കഴിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ 150 ഇൻറ്റു 30 സോ 30 നോക്കുകയാണെങ്കിൽ 4500 രൂപ അവിടെ പോയി. അപ്പോൾ 4500 പ്ലസ് നമ്മുടെ 10,000 രൂപ പെട്രോൾ അടി പ്ലസ് 3000 രൂപ വണ്ടി സർവീസ് 17,500 രൂപ 30,000 രൂപയ്ക്ക് ഓടുന്ന ഒരാൾക്ക് പെട്രോൾ വണ്ടി വെച്ച് ഓടുകയാണെങ്കിൽ 17,500 രൂപ അവർക്ക് മിനിമം എക്സ്പെൻസ് ആയിട്ട് വെളിയിൽ പോകും. പിന്നെ ഇത് പോരാഞ്ഞിട്ട് പഞ്ചർ വല്ലതും ആവണമെങ്കിൽ അതിനിപ്പം മിനിമം 100 രൂപയാണ് ഒരു ട്യൂബ്ലെസ് ആണെങ്കിൽ അവർ വാങ്ങിക്കുന്നത്. ട്യൂബ് ആണെങ്കിൽ ഏകദേശം അതും ഇതേ റേഞ്ച് തന്നെ പോകും. സോ അപ്പോൾ അത് എങ്ങനെ പോയാലും ഒരു 18 രൂപ 18 രൂപ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഫുഡ് കഴിപ്പ്, വണ്ടിയുടെ പെട്രോള്, സർവീസ്, പഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് 12,000 രൂപയാണ്. ഈ 12,000 രൂപ വെച്ച് വേണം ഒരാൾ ഫുൾ ഫാമിലി നടത്താനായിട്ട്. തിങ്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ജോബാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പെട്രോൾ അടിയുടെ ചിലവ് വരത്തില്ല. സോ 30,000 രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടെങ്കിൽ പെട്രോൾ അടി ഇത്രയും വരത്തില്ല. 3,000 രൂപ പെട്രോൾ അടി വരത്തുള്ളൂ. പെട്രോളിൻ്റെ കേസിൽ തന്നെ കൂടിപ്പോയാൽ 5,000 രൂപ. ഇതേപോലെ 10,000 രൂപ വരത്തില്ല. പിന്നെ വണ്ടി സർവീസ് ഇങ്ങനെ വരത്തില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ മരിച്ചു കിടന്ന് ഓടുന്നില്ല. ഡെയിലി 250ഉം 300ഉം കിലോമീറ്റർ നിങ്ങൾ ഓടുന്നില്ല. അപ്പോൾ വണ്ടി സർവീസ് 3 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ 6 മാസത്തിലോ 3 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ അവിടെയും ലാഭമാണ്. പിന്നെ വേറെ ഒരു കമ്പനിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നൊരു ജോബാണെന്നുണ്ടെങ്കിൽ ഒരു കടയിലൊരു സ്റ്റാഫായിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും ഫുഡ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചിട്ട് പോകാം. ഇതേപോലെ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 12 വരെ നിന്നിട്ടും ഓരോ ഓർഡറിനും 2 ഓർഡറിനും തേപ്പ് നടക്കൂല. കാരണം അവിടെ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെവലാണ്. ഇതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ കാര്യങ്ങളൊക്കെ നിന്ന് ഇതൊക്കെ എൻജോയ് ചെയ്ത് ഓടുന്ന എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് മൂഡ് ഓഫ് വരാറുണ്ട്. നമുക്ക് ഡിപ്രഷൻ വരാറുണ്ട്. നമുക്ക് ഇത്രയും ഓടിയിട്ടും എനിക്ക് ആ ഒരു എമൗണ്ട് ആയില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഓടാറുണ്ട്. സോ നവംബർ മാസത്തെ അനാലിസിസ് ഇതാണ്. സോ നമുക്ക് 1,00,000 രൂപയുടെ ടാർഗറ്റ് അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കുവാണ്. നമ്മളിപ്പോൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഡിസംബർ മാസം നമ്മൾ അത്യാവശ്യം പേയ്മെൻറ്റ് കയറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം നവംബറിൽ ഞാൻ ഒരു ദിവസം 500, 600 ആ റേഞ്ചാണ് പോകുന്നതെങ്കിൽ ഡിസംബറിൽ ഒരു ദിവസം ഞാൻ 2,000 രൂപയാണ് എയിം ചെയ്ത് പോകുന്നത്. കാരണം ഞാൻ ഒരു ദിവസം ഇറങ്ങി അടുത്ത ദിവസം ഇറങ്ങില്ല. ആ ഒരു ലെവലിലാണ് ഞാൻ പോകുന്നത് ഡിസംബറിൽ. സോ നമുക്ക് അങ്ങനെ ഓടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 30 ദിവസം കൊണ്ട് എങ്ങനെ പോയാലും 60,000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. ആ ഒരു റേഞ്ച് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് അടിക്കാൻ പറ്റും. എനിക്ക് അടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം കൂടെ വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു സൊമാറ്റോ ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, നവംബർ മാസത്തെ എൻ്റെ അനാലിസിസ്, എത്ര രൂപ CNG അടിച്ചു, പെട്രോൾ വണ്ടിക്കാണെങ്കിൽ എത്രയാവും, എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.